discipleship എന്ന് പറയുമ്പോൾ ശിഷ്യത്വം. എന്താണ് ശിഷ്യത്വം? What is discipleship? Discipleship means we are following somebody, we are reflecting somebody. അല്ലേ? Christianity is nothing but it is reflecting Jesus Christ through our life. That is all what Christianity is. We think that going to church on Sunday, having a worship, attending the Lord's table, തിരുവത്താഴം എടുക്കുക, സ്തോത്രാഴ്ച കൊടുക്കുക, പാട്ട് പാടുക, അങ്ങനെ കുറേ കർമ്മങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ ക്രിയകൾ ചെയ്യുമ്പം നമ്മളൊരു ക്രിസ്ത്യാനിയായിട്ട് മാറണം എന്ന് നമ്മുടെ ചിന്തയാണ്. എന്നാൽ യഥാർത്ഥമായിട്ട് അത് അങ്ങനല്ല. അത് വേണ്ടെന്നല്ല, അത് വേണം. പക്ഷെ അതല്ല നിങ്ങളൊരു യഥാർത്ഥ ക്രിസ്ത്യാനിയാക്കുന്നത്. കാരണം നമ്മൾ പഠിച്ചു വരുന്നത് എന്താണ്? ഡിസൈപ്പിൾഷിപ്പിലെ വെരി ഇമ്പോർട്ടൻറ്റ് ഒരു വാക്യമാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ തന്നെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുമ്പോൾ ലോകത്തിൽ ക്രിസ്ത്യാനി എന്ന ഒരു പദം ക്രിസ്തു തന്നൊരു പദമല്ല. ക്രിസ്ത്യാനി എന്നൊരു പദം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുണ്ടാക്കിയൊരു പദവുമല്ല. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയല്ല. ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹമല്ല. എന്ന് പറഞ്ഞാൽ നേരെ മറിച്ച് ക്രിസ്ത്യാനിത്വം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ. One who follows Jesus Christ is Christian. And that name was given to us not by Jesus, not by somebody else. It was given to us by the word. And that's what we read in Acts chapter 11 verse 26 that in Antiochia അവർ വെളിയിലുള്ളവർ കർത്താവിൻ്റെ ശിഷ്യന്മാരെ കണ്ട് അവരെ പറഞ്ഞു, വാ, ഇവർ ശിഷ്യന്മാരായിരിക്കുന്നു, ഇവർ ക്രിസ്ത്യാനിയായിരിക്കുന്നു, ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായിരിക്കുന്നു. അപ്പം ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരെയാണ് ക്രിസ്ത്യാനി എന്നുള്ള പദം കിട്ടുന്നത്. അപ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ അത് ചിന്തിച്ചിരിക്കണം, എപ്പോഴും നമ്മുടെ മനസ്സിൽ അത് പ്ലാന്റ് ചെയ്തിരിക്കണം. നമ്മളൊരു CSI കുടുംബത്തിൽ, കത്തോലിക്ക കുടുംബത്തിൽ, പെന്തിക്കോസ്റ്റ് കുടുംബത്തിൽ, ഒരു ക്രിസ്ത്യ കുടുംബത്തിൽ ജനിച്ചു വളർന്നുകൊണ്ട് നല്ല ക്രിസ്ത്യാനി, പന്ന ക്രിസ്ത്യാനി അങ്ങനെ ഒരു ടേം ഇല്ല. നമ്മുടെ നാട്ടിലും ഇവിടെ ഇല്ലത്. നമ്മുടെ നാട്ടിലുണ്ട് പുറം ജാതി, ക്രിസ്ത്യാനിയിലായിരുന്നു, ഇവർ ക്രിസ്ത്യാനിത്വത്തിൽ വന്നതാണ്, ഇവർ ഹൈന്ദവരായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെ ഇരുന്ന് എല്ലാവരും എടുത്ത് നോക്കുക, നമ്മളെല്ലാവരും ഹൈന്ദവരായിരുന്നു. ബാക്ക്ഗ്രൗണ്ടിൽ പോയി നോക്കുകയാണെങ്കിൽ somewhere in the past, maybe 20 years back, 10 years back, 100 years back, all our forefathers were coming from that background. But somebody came and preached the word of God to those people. And those Hindus or those people, they converted into Christians. So, ക്രിസ്തുവിന് ഒരു പുറം ജാതിയോ നല്ല ജാതിയോ നല്ല ക്രിസ്ത്യാനിയോ പന്ന ക്രിസ്ത്യാനിയോ ക്രിസ്തുവിനില്ല. ഇത് മനുഷ്യനുണ്ടാക്കിയതാണ്. ഇത് മനുഷ്യൻ്റെ അറിവില്ലായ്മ കാര്യങ്ങളാണ്. എന്നാൽ നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞ നമ്മൾ അത് ഫോളോ ചെയ്യില്ല. ഞാൻ മനസ്സിലായ ക്രിസ്തുവിനെ അറിഞ്ഞ നമ്മളെ ഉച്ച ക്രിസ്ത്യാനി, നമ്മൾ വലിയ കുടുംബത്തിൽ നിന്ന്, ഇവൻ കൊച്ചു കുടുംബത്തിൽ നിന്ന്, ഇവൻ്റെ അപ്പൻ വേറെ ഒരു കുടുംബത്തിൽ നിന്നായിരുന്നു, ഒരു ഹൈന്ദവ കുടുംബത്തിൽ നിന്നായിരുന്നു, അവിടെ നിന്ന് ഇപ്പം ക്രിസ്ത്യാനി വന്നു, അതുകൊണ്ട് അവരുടെ വീട്ടിൽ എൻ്റെ പിള്ളേരെ കല്യാണം കഴിപ്പിക്കുന്നത്. അത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. പക്ഷേ അവരെ കൊച്ചു ക്രിസ്ത്യാനി, നമ്മൾ വലിയ ക്രിസ്ത്യാനി അങ്ങനെ ആക്കാൻ പറ്റത്തില്ല. പറഞ്ഞ മനസ്സിലായ ആ കാര്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് റൂട്ട് ചെയ്ത് കളയണം. കാരണം വേദോസ്തന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. ദുരുപദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുരുപദേശം എന്ന് പറഞ്ഞാൽ ഉപദേശത്തിൽ ഇല്ലാത്ത കാര്യം ഉണ്ടാക്കി പറഞ്ഞാണ് ദുരുപദേശം. ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് ഉപദേശമാണോ? അല്ല. വചനം പറയുന്നു, അവരെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരെ കണ്ട്, ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ആ ജനത്തെ കണ്ട് അവരെ ക്രിസ്ത്യാനി എന്ന പദം വിളിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ആയിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ. നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതായിരിക്കും. നമ്മളെ കണ്ടാൽ ജനം ക്രിസ്തുവിനെ കാണും. നമ്മളെ കണ്ടാൽ നമ്മളെല്ലായിടത്തും ന്യൂസ് പേപ്പർ അടിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ലാതെ വി ആർ ക്രിസ്ത്യൻസ്, വി ആർ ഡൂയിങ് ദിസ് തിങ്. എന്നാൽ നമ്മളെ കണ്ടാൽ നമ്മുടെ അകത്തൊരു ക്രിസ്തുവിനെ ഈ ജനം ലോകം കാണണം. അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഡിസൈപ്പിൾഷിപ്പ് ക്ലാസ് നമ്മൾ എടുക്കുന്നത്. കാരണം എന്താണ് ഡിസൈപ്പിൾഷിപ്പ് ക്ലാസ് എടുക്കാൻ കാരണം നമുക്ക് ദൈവം ഒരു നല്ലൊരു മാതൃക വെച്ചിട്ട് പോയിട്ടുണ്ട്. എൻ്റെ യേശു ക്രിസ്തു ഒരു നല്ല മാതൃക വെച്ചിട്ട് പോയിട്ടുണ്ട്. നമുക്കൊരു പുതിയ റോഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നമുക്കൊരു പുതിയ സിസ്റ്റം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എന്നാൽ നമുക്ക് എന്ത് ചെയ്യണം? എന്താ ചെയ്യേണ്ടത്? ദൈവം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാതൃക നമുക്കതിനെ ഫോളോ ചെയ്താൽ മതി. മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാൻ സാക്സിൽ നിന്ന് ഇവിടം വരെ വന്നപ്പം ഞാൻ രാവിലെ തൊട്ട് ഹൈവേ ഉണ്ടാക്കിയല്ലായിരുന്നു ഇവിടെ വന്നത്. ഇവിടെ ഓൾറെഡി ഒരു ഹൈവേ ഉണ്ടായിരുന്നു. 635, 75 ഹൈവേ ഓൾറെഡി ഉണ്ടായിരുന്നു. ആ ഹൈവേ കയറി അനേക ആൾക്കാർ പോന്നു. ഞാനും ഹൈവേ കയറി വന്നതേ ഉള്ളൂ. ഞാനൊരു പുതിയ മാർഗം ഉണ്ടാക്കിയല്ല ഇവിടെ വന്നത്. പക്ഷെ എന്നാൽ എല്ലാവരും ഫോളോ ചെയ്ത സ്റ്റെപ്പ് ഞാൻ ഫോളോ ചെയ്ത് ഇവിടെ വന്നു എന്നേ ഉള്ളൂ. അങ്ങനെ
ക്രിസ്തീയ ജീവിതത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ അനേക വിശുദ്ധന്മാരുണ്ട്, അനേക ജനങ്ങളുണ്ട് ഈ ക്രിസ്തുവിനെ ഫോളോ ചെയ്തവർ. എന്നാൽ നമ്മുടെ മാതൃക എന്താണ്? നമ്മൾ അവരുടെ കൂട്ടായിരിക്കണം. എന്നാൽ നമ്മുടെ മാതൃക എന്താണ്? നമ്മൾ ക്രിസ്തുവിൻ്റെ കൂട്ടായിരിക്കണം, അല്ലേ? ക്രിസ്തു എങ്ങനെ നടന്നോ നമ്മൾ അങ്ങനെ നടക്കണം. ക്രിസ്തു എങ്ങനെ സംസാരിച്ചോ നമ്മൾ അങ്ങനെ സംസാരിക്കണം. ക്രിസ്തു എങ്ങനെ കാര്യങ്ങളിൽ ഇടപെട്ടോ നമ്മൾ അങ്ങനെ ഇടപെടണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമ്മൾ ക്രിസ്തുവിൻ്റെ അനുഗാമികൾ ആകത്തുള്ളൂ. അങ്ങനെ ആകുമെങ്കിൽ മാത്രമേ നമ്മൾ ക്രിസ്ത്യാനി. ഓക്കെ, ആ കാര്യം നിങ്ങളുടെ മനസ്സിൽ ഇരിക്കട്ടെ. ഓക്കെ, നമുക്ക് മൂവ് ചെയ്യാം. ഈ കഴിഞ്ഞ മാസങ്ങളെല്ലാം പഠിച്ചു വരുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഓടിച്ചിട്ട് റീക്യാപ്പ് ചെയ്യാൻ ഞാൻ ഡീറ്റെയിലിൽ പോകുന്നില്ല. നമ്മൾ 7 സെക്ടറിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എങ്ങനെ 7 സെക്ടറിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ ശിഷ്യനാകാം. ഈ 7 സെക്ടർ, നമ്മുടെ ലൈഫിൻ്റെ 7 സെക്ടറിൽ നമ്മൾ കർത്താവിനെ ഫോളോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ശരിക്കും ഒരു ഡിസൈപ്പിൾ, കർത്താവിൻ്റെ ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് മാറാൻ പറ്റും. യഥാർത്ഥ ക്രിസ്ത്യാനിയായിട്ട് മാറുമ്പോൾ മാത്രം തന്നെ ജനം നമ്മുടെ അകത്തൊരു വ്യത്യാസം കാണും. മനസ്സിലായോ? നമ്മൾ വന്ന് ആരാധിക്കുന്ന എല്ലാം ചെയ്യുന്നു, പക്ഷെ ആരാധന ആലയത്തിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം എന്താണ്? ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈ നമ്മുടെ ഡിസൈപ്പിൾഷിപ്പ് ക്ലാസ് കാരണമുണ്ട്. ബിക്കോസ് ഓഫ് അവർ ഡിസൈപ്പിൾഷിപ്പ് there should be a change in our character. Okay, we are not learning too much foundational thing in these classes. അത് വേറെ ക്ലാസ്സുകൾ എടുക്കുന്നത്. പക്ഷേ ഇതിനകത്ത് പഠിക്കുന്നത് എന്താണ്? What is that I have to do practically in my daily life is what we are learning. Okay, so spiritual, psychological, social, physical, financial, marital, parental, ഈ 7 സെക്ടറിലാണ് നമ്മൾ ശിഷ്യത്വം പഠിക്കുന്നത്. ഈ 7 ക്ഷേത്രങ്ങളിൽ നമുക്ക് എങ്ങനെ കർത്താവിൻ്റെ ഒരു ശിഷ്യനായിരിക്കാം, അതാണ് പഠിക്കുന്നത്. സ്പിരിച്വൽ കഴിഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. സൈക്കോളജിക്കൽ കഴിഞ്ഞു. സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ ആത്മീയം, എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധം. സൈക്കോളജി എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സ്, റൈറ്റ്? സാത്താൻ എപ്പോഴും വർക്ക് ചെയ്യുന്നത് എവിടെ? നമ്മുടെ ബ്രെയിനിലാണ്. ബ്രെയിനിൻ്റെ അത് കയറിയാണ് വർക്ക് ചെയ്യുന്നത്. എന്നാൽ എൻ്റെ കർത്താവ് എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചാണ്, there are many things which comes in our mind, lies and truth. But what we should do, we should always focus on truth, okay? Because God is truth and Satan is lie, is a father of lie. God said, I am the way, I am the truth, I am the life. Amen. So psychological kind of spiritual kind of. Now we are getting into a very important chapter. It is social. Social nathu nammal padichu varunna endana? പെട്ടെന്ന് നമുക്കൊന്ന് ഓടിച്ചിട്ട് വായിക്കാം. സൈക്കോളജിക്കലിനകത്ത് നമ്മൾ പഠിച്ചത്, ഓക്കെ, ഐ ഡോണ്ട് വാണ്ട് ടു ക്യാപ് ദാറ്റ് തിങ്, ജസ്റ്റ് സ്കിപ്പ് ദാറ്റ് തിങ്. സോഷ്യൽ സെക്ടർ. സോഷ്യൽ സെക്ടറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്, what is that we are going to learn in social, and this is very important. Social sector, we should be knowing how to react or how to act with people, right? Social sector, we are learning how to act with people. Okay, many times we are praying, we are spending a lot of time in prayer. നമ്മൾ പ്രാർത്ഥനയിൽ ഒരു സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരിക്കാം, നമ്മൾ ഔട്ട്റീച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം, നമ്മൾ പാടുന്നുണ്ടായിരിക്കാം, അങ്ങനെ അനേക കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷെ ലോകവുമായിട്ട്, അതായത് when we come and deal with the people in this world, we are missing that part. Am I right? If you are doing everything, വചനം പറഞ്ഞ നിങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ സ്നേഹമില്ലെങ്കിലും ഒന്നുമില്ല. It is a വട്ടപൂജ്യം, അല്ലേ? So you are praying, that's good. You are singing, that's good. You are doing outreach, that's good. You are teaching Sunday school, that's good. Very good. This is all we need. But you don't know how to act with people outside. How can you represent Jesus Christ? That's the most important thing. And that's what we have to learn. So during this class, we need to understand one thing, that we have many broken relationships in our life. It may be with our parents, maybe with your brother, maybe with your sister, maybe with your brother-in-law, maybe with your sister-in-law, maybe with your father-in-law, your mother-in-law. I don't know who is that. But after this class, after taking this social, we need to change our life. If we don't change our attitude, if we don't change our attitude and thinking, then there is no sense in going through these classes. But that's what I am trying to teach you. I will take you step by step. I will take you from the first class. Today, the first class is rejection. I have one more note also, Mrs. This is your note. Okay, so I have given you notes, and I hope you all have these notes with you. I don't know if I can able to continue this class today or not, but I will take part 2 next week. But let's get into part 1 first of all. First Peter chapter 3 verse 9. 1 പത്രോസ് അതിന്റെ 3-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. First Peter
chapter 3, verse 9. Let's read. Hmm. 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 Praise Lord. What a powerful word. If you can underline that word, if you underline that word, it will be great. It says, do not repay evil for evil. Okay, Bijoy, can you read? Somebody read in English. Don't repay evil for evil. Uh-huh. Don't retaliate when people say unkind things about you. Yes. Instead, pay them back with a blessing. Uh-huh. That is what God wants you to do. And He will bless you for it. Praise the Lord. It's the New Living Translation. Fantastic. That's one of the best Bibles I like. New Living Translation, English പറയുന്നത്, don't repay evil for evil. Don't retaliate when people say unkind things about you. Instead, pay them back with a blessing. That is what God wants you to do. And He will bless you for it. In the powerful word. അല്ലേ? ഒരു വർഷം മലയാളത്തിൽ വായിച്ചു. One more time. തിന്മയ്ക്ക് തിന്മ. നിന്നെ ജനം നിന്ദിക്കും, പക്ഷെ അതിന്റെ പകരം നീ നിന്ദിക്കില്ല. പകരം കൊടുക്കാതെ. നമ്മൾ ഒരാൾ നിന്ദിച്ചാൽ, നമ്മളെ ഒരാൾ റിജക്ട് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ബൈബിളിൽ ഏതെങ്കിലും വാക്യമാണെന്നല്ലോ അല്ലേ? ഓക്കെ, എന്നിട്ട് അപ്പൊ നിങ്ങള് ഒരാളെ അനുഗ്രഹിക്കും. ആരാ ശരിക്കും അനുഗ്രഹിക്കപ്പെടുന്നത്? That is a very important thing. That is a very important thing. Why there are many blessings which are standing as hindrance in our life? Because we don't know how to act. The best person in this world who can tell you how to act is Jesus Christ. Alle? Jesus Christ. We say, ഞങ്ങൾ എല്ലാവരും എതിർക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെ എതിർത്തു. Can you tell me one person in this world who got 100% support from everybody? ജനം മൊത്തം, ലോകം മൊത്തം അംഗീകരിച്ച്, ലോകം മൊത്തം സ്നേഹിച്ച് ഒരു വ്യക്തിയുടെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ലോകത്തിൽ? ആരുമില്ല. ഇവൻ യേശുക്രിസ്തു പോലും ഇല്ല അല്ലേ? യേശുക്രിസ്തുവിനെ വെറുത്ത ഒത്തിരി ആൾക്കാരുണ്ട്, ഇന്നും വെറുക്കുന്ന ആൾക്കാരുണ്ട്. യേശുക്രിസ്തുവിനെ സ്നേഹിച്ച ആൾക്കാരുണ്ട്, ഇന്നും സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ യേശുക്രിസ്തു ആ റിജക്ഷനെ എങ്ങനെ തരണം ചെയ്തു? അതാണ് നമ്മൾ പഠിക്കുന്നത്, അതാണ് നമ്മൾ പഠിക്കേണ്ടത്, അതാണ് നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്യേണ്ടത്. Don't repay with evil for evil. നമ്മുടെ അഗേൻസ്റ്റില് ഒരാൾ ഈവിൽ, മലയാളത്തിൽ തന്നെ വാക്യം ദോഷം. നമ്മുടെ അഗേൻസ്റ്റ് ഈ ദോഷം ഒരാൾ ചെയ്തു, നിരൂപിച്ചു. നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ഇപ്പൊ സത്യമാണ്, ഒരാൾ ദോഷം ചെയ്തു, നമുക്ക് അവനൊരു പണി കൊടുക്കും. It is fact. It is fact. ഇത് ഇന്ന് നടക്കുന്ന കാര്യം പറഞ്ഞത്. If somebody do evil against you, the first thing comes in our mind, അവൻ ഞാൻ വെച്ചിട്ടുണ്ട് അല്ലേ? ശകാരത്തിന് അല്ലേ? ഒരാൾ നമ്മൾ ഇല്ലാത്ത കാര്യം, നമ്മുടെ കാര്യം ഉണ്ടാക്കി പറഞ്ഞു, നമ്മൾ ഹേർട്ട് ചെയ്തു, നമ്മൾ എന്തോ പറഞ്ഞത്? വെച്ചിട്ടുണ്ട്. എന്നാൽ വചനം പറയുന്നു, 1 പത്രോസ് 3:9 പറഞ്ഞു, എന്താണ് പറയുന്നത്? That instead pay them back with a blessing. അവർ ശകാരിച്ചോട്ടെ, അവർ നിന്ദിച്ചോട്ടെ, അവര് നിങ്ങൾ തള്ളിക്കളയട്ടെ, അവർ പറഞ്ഞിട്ടെല്ലാം പറഞ്ഞിട്ടെ, ബട്ട് ഇൻസ്റ്റന്റ്, ഇത് വചനമാണ്, വചനം ഇൻസ്റ്റന്റ് നിങ്ങൾ എന്താ കൊടുക്കേണ്ടത്? അനുഗ്രഹിക്കുക. ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? ആരേസ് പറഞ്ഞു പറ്റണം. പറ്റുമോ? പറ്റിക്കുമോ? പറ്റും. വെരി ഗുഡ്. പറ്റും. അങ്ങനെ തന്നെ ചെയ്യണം. So that is something which you need to keep in your mind. Okay. And how it's possible? I was reading this. I don't know how many of you remember this book. This was given to us by Pastor last year. Daily Devotion. Alle Pastor? Yes. Pastor given this book to everybody. I don't know how many of you are keeping this book. Jesus Calling, Daily Devotion book. It's one of my favorite books, and I read this every day. Today when I was reading, this is what I read. Follow me one step at a time. This is all I require from you. In fact, this is the only way to move through this world. You see huge mountains looming, and you start wondering how you are going to scale those heights. Meanwhile, because you are not looking where you are going, you stumble on the easy path where I am leading you now. I don't want to read the whole stuff, but
I just want to read the last line. Keep your mind on the present journey, enjoying my presence. Walk by faith, not by sight, trusting me to open up the way before you. I will conclude what it says. നമ്മുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിനകത്ത് ഇൻബിൽഡായി കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. കൊച്ചിലെ തൊട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന റിജക്ഷൻസ് അതെല്ലാം മനസ്സിൽ കിടക്കുന്നുണ്ട്. നമ്മുടെ ഒരു ക്യാരക്ടർ, നമ്മുടെ ഒരു സ്വഭാവം കിടക്കുന്നുണ്ട്. അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മാറാൻ പറഞ്ഞാൽ മാറുമോ? മാറത്തില്ല. പ്രാക്ടിക്കൽ എംസേ പരിശുദ്ധാത്മാവിന് മാത്രമേ മാറ്റാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവിന് മാത്രമേ അത് നിങ്ങളുടെ അകത്ത് ക്രിയ ചെയ്ത് ഒരു ബ്രെയിൻ സർജറി നടത്തി അത് മാറ്റാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് എന്താ ചെയ്യേണ്ടത്? പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. ബിക്കോസ് എവറി മാൻ ഹാസ് എ ഫ്രീ വിൽ, അല്ലേ? എവറി മാൻ ഹാസ് എ ഫ്രീ വിൽ. വി നീഡ് ടു അറ്റംപ്റ്റ് ഫ്രം അവർ സൈഡ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ലെറ്റ്സ് instead of doing everything at a time, let's do step by step. Today I'm taking a decision that today I will read the word of God. I'll spend up some time. Today, next day, you take a decision that I will pray more. You know, step by step ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരും. And even it says that ഒരു കാര്യം, when you do something for 21 days regularly, even though you don't like it, that becomes your habit. അല്ലേ? So negative habit, it is easy to come into your life, but to make a positive habit inside you, it is very difficult. So let's talk practical what's happened. I want to give you some practical advices which you can take home. Read the word of God, or do something. What you take a decision, do it for 21 days straight. It will become a habit. And have a communication with the Holy Spirit, with God every day. God will change. Okay. The social area of life deals with your relationship with people. God says to love everyone. ദൈവം സ്നേഹമായിരിക്കുന്നു. ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? എല്ലാവരെയും സ്നേഹിക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. കാരണം ദൈവം സ്നേഹമായിരിക്കുന്നു. ആ ദൈവം നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ, ആ സ്നേഹമാകുന്ന ദൈവം നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്റെ അകത്ത് സ്നേഹമുണ്ട്, അല്ലേ? നിന്റെ അകത്ത് സ്നേഹമുണ്ടെങ്കിൽ നീ വേറൊരാളെ സ്നേഹിക്കും. ആണോ? സ്നേഹം ഇല്ലാത്ത എന്താണ്? ദൈവമില്ലാത്തത്. കാരണം ദൈവം സ്നേഹം. അപ്പൊ നിങ്ങൾക്ക് സ്നേഹിക്കാൻ ഒരാളെ പറ്റുന്നില്ലെങ്കിൽ നിന്റെ അകത്ത് യഥാർത്ഥമായിട്ട് ദൈവമില്ല. നീ ശരിക്കും ഇതിന് ആ ഒരു മാനസാന്തരാവസ്ഥയിൽ വന്നിട്ടില്ല. അങ്ങനെയുള്ള ആൾക്കാരെ കണ്ടാണ് നമ്മൾ അവിടെ വായിച്ചത്. കൊരിന്ത്യ ലേഖനത്തിൽ 3 കാറ്റഗറി വായിച്ചത്. എന്താണ് വായിച്ചത്? ഒന്ന് പ്രാകൃത മനുഷ്യൻ, അല്ലേ? പ്രാകൃത മനുഷ്യൻ, that is worldly man. What is പ്രാകൃത മനുഷ്യൻ? He don't know anything about God. He's in this world. He's focused in this world. Second guy, spiritual guy. He is growing in Christ. He is becoming ക്രിസ്തു എന്ന തലയോളം വളർന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് സ്പിരിച്വൽ. He discerns everything. അവൻ എല്ലാത്തിനെയും തിരിച്ചറിയുന്നു. That is very good thing. എന്ത് സത്യം, എന്ത് കള്ളം, എന്ത് ആത്മീയം, എന്ത് അനാത്മികം, അവൻ എല്ലാത്തിനും തിരിച്ചറിഞ്ഞ് അവന്റെ ജീവിതത്തിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. എന്നാൽ ജഡികൻ എന്ന് പറഞ്ഞ മൂന്നാമത്തെ കാറ്റഗറി ഉണ്ട്. അവൻ പ്രാകൃത മനുഷ്യനായിരുന്നു. He was a worldly man, but through some kind of evangelism or something like that, he came to Christ. That is true. അവൻ സ്നാനപ്പെട്ടവനായിരിക്കാം, അവൻ രക്ഷിക്കപ്പെട്ടവനായിരിക്കാം, അവൻ സഭയിൽ വരുന്നവനായിരിക്കാം, അവൻ തിരുവത്താഴം എടുക്കുന്നവനായിരിക്കാം, അവൻ ചിലപ്പോൾ ഡിസൈപ്പിൾഷിപ്പ് ക്ലാസ് പഠിപ്പിക്കുന്നവനായിരിക്കാം. അവൻ ചിലപ്പോൾ വർഷിപ്പ് ചെയ്യുന്നവനായിരിക്കാം. അതുകൊണ്ട് ഒരാൾ ആത്മികനാണോന്നില്ല. ക്ലിയർ ആണോ? അതുകൊണ്ട് ഒരാൾ ആത്മികനാണോന്നില്ല. അവൻ ഇന്നും ക്രിസ്തുവിൽ ശിശുവാണ്. അവിടെ എതിരിക്കുന്നത് അങ്ങനെയാണ്, അല്ലേ? പത്രോസ് പറയുന്നത്, എനിക്ക് നിങ്ങളോട് ആത്മികൻ എന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല. I cannot speak to you like a spiritual man because you are still babes in Christ. ഇന്നും നിങ്ങളുടെ മധ്യ എന്തുണ്ട്? ജഡികത്വമുണ്ട്, ജഡിക സ്വഭാവമുണ്ട്, വഴക്കുണ്ട്, ശാഠ്യമുണ്ട്. ഈ സ്വഭാവങ്ങൾ ചർച്ചിനകത്താണ്, ക്രിസ്തുവിനകത്താണ്. സ്വഭാവം പ്രാകൃത മനുഷ്യന്റെ. മനസ്സിലായി? അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഒരാൾ നമ്മൾ നിന്ദിക്കുമ്പോൾ, നമ്മളെ തള്ളിക്കളയുമ്പോൾ, നമ്മൾ അവനെ നിന്ദിക്കുന്നതും നമ്മൾ അവളെ തള്ളിക്കളയുന്നതും അവൻ ചെയ്യുന്ന പോലെ അവനോട് ചെയ്യുന്നത് പ്രാകൃത മനുഷ്യന്റെ സ്വഭാവം പോയിട്ടില്ല. സ്നാനപ്പെട്ടു, സഭയിൽ അഡ്മിഷൻ എടുത്തില്ല, പ്രാകൃത മനുഷ്യന്റെ സ്വഭാവം പോയിട്ടില്ല. ഇന്നും നീ ജഡികനായിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, നിന്നോട് ആത്മികൻ എന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റില്ല. കാരണം ഞാനൊരു ആത്മികനാണ്. അപ്പോസ്തലൻ പറഞ്ഞു, ഞാനൊരു ആത്മികനാണ്. and I like to talk to spiritual people. കാരണം ഞാനിവിടെ വന്നിരിക്കുന്നത് കൊരിന്ത്യ സഭയിലാണ് വന്നിരിക്കുന്നത്. കൊരിന്ത്യ സഭ എന്താണ്? എല്ലാ ആത്മാനുഭരങ്ങളുള്ള ഒരു സഭയാണ്. നിങ്ങൾ ആത്മീയമായിട്ട് ടോപ്പിരിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളോട് ഞാൻ ഇതല്ല എക്സ്പെക്ട് ചെയ്യുന്നത്. അതാണ് പൗലോസ് പറഞ്ഞത്. ഐ ഡോണ്ട് എക്സ്പെക്ട് സം ബേബ്സ് ഹിയർ. ഞാൻ ഇച്ചോട് ക്ലിയർ ആയിട്ട് പറയുവാണെങ്കിൽ
കൊരിന്ത്യ സഭയിൽ ഞാൻ പ്രസംഗിക്കാൻ വന്നപ്പോൾ ഞാൻ ഘനമായിട്ടുള്ള കാര്യം പ്രസംഗിക്കാനാണ് വന്നത്. വലിയ ആത്മാവിന്റെ മർമ്മങ്ങൾ സംസാരിക്കാൻ ഞാൻ നിങ്ങളോട് വന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴല്ലേ മനസ്സിലായത്, ഇവിടെ ഇരിക്കുന്ന എല്ലാ ശിശുക്കളാണ്. ഇവരെ പിടിച്ച് സൺഡേ സ്കൂളിൽ കൊണ്ടിരുത്താൻ, ഇവരെ പിടിച്ച് എമിയുടെ അവരുടെ എന്താ പറയുക മൈക്കയുടെ ക്ലാസ്സിൽ കൊണ്ടിരുത്താൻ. കാരണം അവരുടെ സ്വഭാവം കണ്ടപ്പം പൗലോസിന് മനസ്സിലായി എന്റെ പ്രസംഗം മാറ്റേണ്ടി വരും, എനിക്ക് ആത്മീയ പ്രസംഗം ഇവരോട് സംസാരിക്കാൻ പറ്റില്ല. മനസ്സിലായി? അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആത്മീയ ലൈഫിൽ വളരണം. വചനം പറയുന്നു, തിന്മ ചെയ്യുന്നവർ നമ്മൾ തിരിച്ച് തിന്മ. ആ വചനം പറഞ്ഞത് അങ്ങനെ തന്നെ എഴുതിയിരിക്കരുത്. നമ്മളെ ഒരാൾ നിന്ദിച്ചാൽ നമ്മൾ നിന്ദിക്കരുത്, എന്നാൽ അതിന്റെ പകരം അനുഗ്രഹിക്കണം. ആ അനുഗ്രഹിക്കുമ്പോൾ നീ അനുഗ്രഹിക്കും, എന്തോ നടക്കുന്നത്, നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. മനസ്സിലായോ? Okay, we'll go further. Even everyone gets hurt and rejected by others. Rejections can be defined as knowingly or unknowingly withholding love. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ റിജക്ഷൻ എന്ന പദത്തിന്റെ മലയാള പദം തിരസ്കരിക്കപ്പെടുക അല്ലെ? ഈസി ആയിട്ട് നല്ലതായിരിക്കും. അംഗീകരിക്കപ്പെടാതിരിക്കുക. ഞാൻ റിജക്ഷൻ പറഞ്ഞു മാറി. റിജക്ഷൻ ഇസ് മോർ ഈസി. നിങ്ങൾ അങ്ങനെ ചെയ്തോ. അപ്പം everyone gets hurt by rejected. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ, ഞാൻ എല്ലാവരും വ്യക്തിപരമായിട്ട് പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഇൻക്ലൂഡിങ് മീ, യു ഹാവ് ഗോൺ ത്രൂ മെനി റിജക്ഷൻസ്. നിങ്ങളെ ജനം, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജനത്തിൽ, നിങ്ങളുടെ ജോലിയിൽ അംഗീകരിക്കാത്ത, തിരസ്കരിച്ച് അനേക സമയങ്ങളുണ്ട്. ഉണ്ടോ? എത്ര പ്രാവശ്യം നിങ്ങൾ തെറ്റിച്ചോ, എത്ര പ്രാവശ്യം നിങ്ങൾ അവരെ അംഗീകരിക്കായിരുന്നു. ആ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഒരു മുറിവ് വന്നിട്ടുണ്ട്, ഒരു വൂണ്ട് അല്ലെ, ഒരു കയ്യൊരു കട്ട് വരുന്ന ഒരു കട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് വന്നിട്ടുണ്ട്. അതിന് മുകളിൽ ഒരു ബാൻഡേഡ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്, മരുന്ന് തേച്ചിട്ടില്ല. അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ആ മെഡിക്കൽ പ്രോസസ് വഴിക്ക് പോയില്ല. അതിനകത്ത് ഇപ്പോഴും പഴയ പൊടിയും മണ്ണും കിടപ്പുണ്ട്. ആണോ? നമ്മൾ വരുന്നു, ആരാധിക്കുന്നു, എല്ലാ കാര്യം ശരി. ഈ ചർച്ചിൽ നിന്ന് വെളിയിൽ ഇറങ്ങുമ്പോൾ നമ്മളെ തിരസ്കരിച്ച ഒരാൾ, നമ്മളെ ത്യജിച്ച ഒരാളെ നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് നമ്മുടെ റിയാക്ഷൻ എന്തുവാ? ഹൗ യു റിയാക്ട് അല്ലേ? യു നോ ഹൗ ടു യു ആർ ഗോയിങ് ടു റിയാക്ട്. ആ പോകുന്ന കണ്ടോ? കാരണം പഴയ കാര്യം മറന്നിട്ടില്ല, പഴയ കാര്യം ഇപ്പോഴും കിടപ്പുണ്ട്. അത് ബാൻഡേഡ് ഒട്ടിച്ചോളും, മരുന്ന് തിരിച്ചിട്ടില്ല. So this rejection, I'm telling you, it's not bad. What I'm saying is that everybody sitting here, ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഒരു തിരസ്കാരം അല്ലെങ്കിൽ നിങ്ങളെ തള്ളിക്കളഞ്ഞ ഒരു അവസ്ഥ ഒന്നല്ല, അനേക പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇന്നും നിങ്ങൾ അത് ഫോളോ ചെയ്തിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ഇരിക്കുമ്പോൾ എനിക്കറിയാം, ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ നിന്ന് അനേക ചിത്രങ്ങൾ പോയിക്കൊണ്ടിരിക്കുക, അനേക ആൾക്കാരുടെ മുഖം പോയിക്കൊണ്ടിരിക്കുകയാണ്, അനേക ആൾക്കാർ ആ അവസ്ഥകൾ, ആ സിറ്റുവേഷൻ പോയിക്കൊണ്ടിരിക്കുക. that when they rejected me, it may be 20 years back, it may be 10 years back, it may be 5 years back, it may be yesterday, it may be this morning, who knows? But you have saved all this in your background, in your brain. ഇതും വെച്ചുകൊണ്ടാണ് ആരാധനയ്ക്ക് വന്നിരിക്കുന്നത്. ഇത് വെച്ചുകൊണ്ടാണ് ആരാധന വെളിപ്പോകുന്നത്. ഇത് വെച്ചുകൊണ്ടാണ് എല്ലാ ദിവസവും ജീവിക്കുന്നത്. ക്രിസ്തുവിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. Man, so rejection can be done knowingly or unknowingly. എൻ്റെ അർത്ഥം എന്തോന്ന് ഞാൻ പറയാം. ഞാൻ ചിലപ്പോൾ ഇവിടെ ക്ലാസ് രാവിലെ വന്നപ്പോൾ കമ്പ്യൂട്ടർ എൻ്റെ ഓൺ ആകുന്നില്ല, ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഞാൻ ചില വേറെ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും വന്നത്. ആ സമയത്ത് ബിജോയിനെ എടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞേ, ഹലോ പ്രൈസ് ലോർഡ് ബ്രദറെ, ഞാൻ കണ്ടില്ല കേട്ടോ, ഞാൻ എൻ്റെ മനസ്സിൽ വേറെ എന്തോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, ഞാൻ കണ്ടില്ല. ഇത് ബിജോ എങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്നാലും എന്നെ ഇഗ്നോർ ചെയ്തു. ഞാൻ കൈ കൊടുത്തപ്പോൾ എനിക്ക് ഇങ്ങോട്ട് കൈ തന്നില്ല. ഞാൻ അങ്ങോട്ട് ഹലോ ചോദിച്ചിട്ട് എന്നെ തിരിഞ്ഞു പോലും നോക്കിയില്ല. ആണോ? ഇത് കോമൺ കാര്യമാണ്, സ്പെഷ്യലി മലയാളീസിടെ. ആണോ അല്ലേ? ആണോ? ഞാൻ ചിലപ്പോൾ എൻ്റെ എന്തൊരു കാര്യത്തിൽ ഞാൻ അങ്ങ് അൺനോയിങ്ലി ഇഗ്നോർ ചെയ്ത് പോയായിരിക്കും, എൻ്റെ മനസ്സിൽ അങ്ങ് പോകുന്നില്ലായിരിക്കും. ഇത് ബിജോയുടെ മനസ്സിൽ ഒരു ക്യാൻസർ സെല്ലായിട്ട് ഡെവലപ്പ് ചെയ്തു. ഇനി ബിജോയ്, ഐ ജസ്റ്റ് ടേക്ക് എൻ എക്സാമ്പിൾ. ബിജോയ് he's my friend, so I take his example. So this cancer cell will build in our mind, അല്ലേ? എന്നിട്ട് ഇത് നീ ഗ്രോ ചെയ്യുന്നുള്ളൂ. അപ്പം ആരാധന കഴിഞ്ഞു കേട്ടോ. ആരാധന കഴിഞ്ഞ് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി, ഞാൻ അവൻ്റെ കയ്യിൽ എനിക്ക് ഓർക്കുന്ന പോലും ഇല്ല. ഞാൻ എന്തുകൊണ്ട് വിജയ് സുഖമായിരിക്കുന്നു? കുഴപ്പമില്ല, സുഖമായിരിക്കുന്നു. I was thinking, what happened? Maybe he's tension, forget about it. ഈ ക്യാൻസർ